ആൾക്കാർ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്, ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നവരാണ്, ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഓടുന്നവരാണ് നമ്മൾ. അതിനിടയിൽ നമ്മുടെ രേഖകൾ നഷ്ടപ്പെട്ടാലൊന്നും ഉണ്ടാവും. രേഖകൾ നഷ്ടപ്പെട്ടിട്ട് 18 വർഷത്തോളം എയർപോർട്ട് ജീവിതം നയിക്കേണ്ടി വന്ന ഒരാളുണ്ട്. ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട് ബെൽജിയത്തിൽ റിഫ്യൂജി അഭയാർത്ഥിയായിട്ട് എല്ലാ രേഖകളും ശരിയാക്കിക്കൊണ്ട് പോകുന്നതിനിടെ ഫ്രാൻസിൽ വെച്ചിട്ട് എയർപോർട്ടിൽ വെച്ച് രേഖകൾ നഷ്ടപ്പെടുകയും അത് കാരണം അദ്ദേഹത്തിന് ഫ്രാൻസിലെ എയർപോർട്ടിൽ 18 വർഷം ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരികയും ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെർമിനൽ 1 എന്നുള്ള ഫിലിം അദ്ദേഹത്തെ കുറിച്ചുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫിലിം, അദ്ദേഹത്തിന്റെ പട്ടികയിൽ പുസ്തകങ്ങൾ വഴിയൊക്കെ കിട്ടുന്ന റോയാലിറ്റികൾ സ്വീകരിക്കാൻ പോലും അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഉണ്ടായിരുന്നില്ല. മറ്റൊരാളുണ്ട് എയർപോർട്ടിൽ ജീവിച്ച ഹസൻ അൽ ഖാന്തർ എന്ന് പറയുന്ന ആള്. അദ്ദേഹം സിറിയക്കാരനായിരുന്നു. സിറിയൻ മിലിറ്ററിയിൽ ചേരാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. അങ്ങനെ അദ്ദേഹം യു എയിൽ നിന്ന് നാട് കടത്തി മലേഷ്യയിലെത്തി. മലേഷ്യൻ എയർപോർട്ടിൽ പ്രശ്നം കൊണ്ട് അവിടെ കുടുങ്ങി. അവിടെ 7 മാസം താമസിച്ചു. സഹ്റ കമൽഫാർ എന്ന് പറയുന്ന ഇറാനിയൻ വനിത അവരുടെ ഹസ്ബൻഡിനെ തൂക്കിക്കൊന്നു. പൊളിറ്റിക്കൽ കാരണം കൊണ്ട് അവർ റഷ്യയിലേക്ക് അഭയാർത്ഥിയായിട്ട് റഷ്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ റഷ്യൻ മോസ്കോ എയർപോർട്ടിൽ വെച്ച് 9 മാസം അവർ ജീവിക്കേണ്ടി വന്നു. കാരണം അവർക്ക് ഡോക്യുമെന്റ് ഉണ്ടായിരുന്നില്ല. അവർക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് കൊടുക്കാൻ അവർ റെഡി ആയിരുന്നില്ല. പിന്നെ അവസാനം കാനഡയാണ് അവർക്ക് അസൈലം കൊടുത്തത്. എഡ്വേർഡ് സ്നോഡൻ കേട്ടിട്ടുണ്ടാവും, വിക്കിലീക്സ് ഒക്കെ ലീക്കാക്കി ഫേമസ് ആയിട്ടുള്ള ആൾ. അദ്ദേഹം പക്ഷേ കുറച്ചും കൂടെ ഒരു വീരപരിവേഷം കിട്ടിയുള്ള ആളാണ്. അദ്ദേഹം എയർപോർട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് 40 ദിവസം. ഏത് എയർപോർട്ടിലാണ്? റഷ്യൻ എയർപോർട്ട്. അദ്ദേഹം ആദിത്യ സിംഗ് എന്ന് പറയുന്ന അമേരിക്കക്കാരൻ, അദ്ദേഹം എയർപോർട്ടിൽ കഴിഞ്ഞത് 3 മാസം. കാരണം കോവിഡ് ഭയം. ഈ സംഭവം ഉണ്ടാകുന്നത് 2020-21 3 മാസമാണ്. ബൈരാൻ തപ്പേലി എന്ന് പറയുന്ന തുർക്കിക്കാരൻ 27 വർഷമാണ് എയർപോർട്ടിൽ ജീവിച്ചത്. പക്ഷേ ഇയാൾ ജീവിക്കാൻ കാരണമുണ്ട്. കാരണം അദ്ദേഹം തുർക്കിക്കാരനായിരുന്നു. പക്ഷെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കാരണം അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എയർപോർട്ട് ജീവിതമാണ്. അവിടെ തന്നെ കിടന്നുറങ്ങി, അവിടെ തന്നെ ജീവിച്ചു. യോഷി നഹാര എന്ന് പറയുന്ന ജപ്പാൻകാരൻ 117 ദിവസം സിക്കോ എയർപോർട്ടിൽ ജീവിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഇഷ്യൂ, അദ്ദേഹം തന്നെ ചൂസ് ചെയ്ത കാരണങ്ങൾ, അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ അദ്ദേഹം അതൊരു കാരണമായിക്കൊണ്ട് മെക്സിക്കോ എയർപോർട്ടിൽ ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു എന്നുള്ളതാണ്. സഞ്ജയ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ഇന്ത്യൻ എയർപോർട്ടിൽ ലോക്ക്ഡൗൺ കാലത്ത് ഫ്ലൈറ്റ് മിസ്സായതിൻ്റെ പേരിൽ എയർപോർട്ടിൽ തന്നെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം വെറും 60 ദിവസം മാത്രമേ ജീവിക്കേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ ഇനിയും ഇതിൻ്റെ പട്ടികയിൽ നീളുന്നുണ്ട്. ഒരുപാട് കാലം ജീവിച്ചവരുണ്ട്. പക്ഷേ ഇത് 18 വർഷം നസീർ ജീവിച്ചതും അതുപോലെ തുർക്കിയിലുള്ള വിമാനത്താവള ജീവനക്കാരൻ 27 വർഷം ജീവിച്ചതുമാണ് ഏറ്റവും വലിയ കാലയളവ് എയർപോർട്ടിലുണ്ടായിട്ടുള്ള ജീവിതങ്ങൾ.